എന്തൊരു കഷ്ടമാ നോക്കണേ. എല്ലാം കച്ചവടം അവസാനം ആകുമ്പോഴാ പൊളിയണത്. ഇത് തുടക്കത്തിൽ തന്നെ പാതി വഴി തന്നെ പൊളിഞ്ഞ്. വിഷമിക്കല്ലേ. എന്നാലും ആ വണ്ടി വാങ്ങിച്ചെന്ന മെക്കാനിക്കിന്റെ കാര്യമാണ്. അയാൾ എന്തൊരു ദുഷ്ടനാണ്. എന്ത് അയാളുടെ കെയർഫിലല്ലേ ക്ലീറ്റോ ചേട്ടൻ വണ്ടി എടുത്തത്. അപ്പൊ അയാൾക്ക് അറിയാലോ ക്ലീറ്റോ ചേട്ടൻ എത്ര രൂപ കൊടുത്തെടുത്തെന്ന്. ഇത് അതിലും കുറച്ച് 10,000 രൂപ കുറച്ച് എടുത്തോളാന്ന്. അത് എവിടുത്തെ ഇതാണ് പുര കൊത്തുമ്പോ വാഴ വെട്ടണ സ്വഭാവം. ഇത് ലാഭം കിട്ടിയില്ല, കയ്യിലിരിക്കണ പൈസ പോവുകയും ചെയ്തു. എല്ലാ മെക്കാനിക്കും എന്റെ കൂട്ട് സത്യസന്ധരാവണമെന്നില്ല. ഇത് എനിക്കെന്തെങ്കിലും കിട്ടിക്കൊണ്ട് കരുതിക്കൊണ്ട് എന്നെ ഒഴിവാക്കി ചെയ്തതല്ലേ. ഈ ആളെ കൊല്ലുന്ന വണ്ടി അയാൾ മനഃപൂർവ്വം അച്ചമ്മയുടെ തല വെച്ച് തന്നാ. അയാൾക്കറിയത് വിറ്റു പോകത്തില്ലെന്ന്. സത്യോട്ടാ, അത് സത്യം. ഇപ്പൊ ലാഭവിധം നോക്കി എന്നെ അങ്ങ് മാറ്റി നിർത്തി. വസ്തു കച്ചവടോ വണ്ടി കച്ചവടോ മീൻ കച്ചവടം പോലല്ല. ഇരുചക്ര വാഹനത്തിന് പ്രത്യേക ന്യായമുണ്ട്, അതെനിക്കറിയാം. ഇപ്പൊ എങ്ങനായി? 10,000 രൂപ കയ്യിൽ നിന്ന് പോവാ. ഭർത്താവ് ചിന്തിക്കാൻ പോലും വയ്യ കാലത്ത്. പോട്ടെ, പോയതൊന്നും നമ്മുടെ അല്ലാന്ന് വിചാരിച്ചാ മതി. പോട്ടെ ക്ലീറ്റോ ചേട്ടാ, എന്തൊക്കെ നഷ്ടം വന്ന ജീവിതത്തിൽ അതിന്റെ കൂട്ടത്തിൽ ഇത് അങ്ങനെ വിചാരിച്ചാ മതി. ഇത് വർഷപ്പിലവർ പറഞ്ഞത് മെക്കാനിക്കിൻ്റെ ആൾക്കാരാണ്. ചേട്ടാ ഇത് ക്ലീറ്റസിൻ്റെ വീടല്ലോ കേട്ടോ? അതെ, ഞാനാണ് ക്ലീറ്റസിൻ്റെ. ആ ചേട്ടാ, ഞങ്ങൾക്ക് ആ വണ്ടി വേണം. നമ്മളെ കൂട്ടുകാരൻ ആ വണ്ടിയിലാണ് മരിച്ചത്. അല്ല, അവൻ്റെ അച്ഛൻ്റെ ചോദിച്ചപ്പോൾ ചേട്ടനെ വണ്ടി വാങ്ങിച്ചെന്ന് പറഞ്ഞു. നമുക്ക് ആ വണ്ടി ഒന്ന് തരാണെങ്കിൽ ഉള്ളത്. കാരണം അവൻ്റെ ഓർമ്മയ്ക്ക് നമ്മൾ ആ വണ്ടി കൊണ്ടു കിടക്കുന്നത്. അല്ലാതെ കച്ചവടം വേറൊരാളുമായിട്ട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ വെച്ചൊക്കെയാണ്. അല്ല ചേട്ടാ, അത് വണ്ടി നിങ്ങൾ എത്രയ്ക്കാണ് മേടിക്കുന്നതിനെ ഒരു 10,000 രൂപ നമ്മൾ കൂടുതൽ തരാം. എത്ര? 10,000 രൂപ. 10,000 രൂപ നിങ്ങൾ കൂടുതൽ തരാം. ആ വണ്ടി ഞങ്ങൾക്ക് വേണം ചേട്ടാ. കൈ കൊടുക്കാൻ പറ. അവൻ്റെ ഓർമ്മയ്ക്ക് അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കൈ കൊടുക്കും. ഇതിപ്പം നിങ്ങളുടെ ഓർമ്മയ്ക്കും കൂട്ടുകാരനാണെന്നുണ്ടെങ്കിൽ പിന്നെ അതാണല്ലോ വലുത്. അതെ, നമ്മളതിനകത്ത് ലാഭം നോക്കിയിട്ട് എനിക്ക് നഷ്ടവും ലാഭമൊന്നും വേണ്ട. നിങ്ങൾ പറഞ്ഞ പൈസ തന്നാൽ മതി. ആയിരിക്കും വേണ്ടി. പൊക്കോ, പോയി എടുത്തോ നിങ്ങളെ കൂട്ടുകാരനെ. നോക്ക് കണ്ടി. കർത്താവേ, എന്തിനീ കരച്ചില്ലേ? ക്ലീറ്റോ ചേട്ടാ, ഈ കച്ചവടം പൊളിഞ്ഞില്ല. ചില കച്ചവടം അങ്ങനെയാണ് ലില്ലിമോളെ, അവസാനം വരെ തീ തീറ്റിക്കും. എന്നിട്ട് കുറേ നമുക്ക് ഐസ് കെട്ട കാര്യം ചെയ്തു. ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ട് വരാവേ. പാങ്ങള് കൂട്ടുകാരൻ്റെ വണ്ടിയല്ലേ, നല്ല അറ്റാച്ച്മെന്റ് ഉണ്ട്. അല്ല, മേസ്തിരി കുറച്ചു മുമ്പ് എന്താ പറഞ്ഞത്? ഈ വസ്തു കച്ചവടവും മീൻ കച്ചവടവും വണ്ടി കച്ചവടവും പോലല്ല ഇരുചക്രവാഹനത്തിൻ്റെ കച്ചവടവും. ഞാൻ ഈ കച്ചവടം ചെയ്ത് തുടങ്ങിയപ്പോൾ റൊണാൾഡോ മേസ്തിരി തൊട്ടിലി കിടന്ന് ഇങ്ങനെ ആടുകയാണ്. അതുകൊണ്ട് എന്നെ ഒരുപാട് കച്ചവടം പഠിപ്പിക്കല്ലേ മേസ്തിരി. അത് ഇപ്പോഴും നല്ല എപ്പോഴും കേട്ടാ. കുറേ നേരം നിക്കറിനകത്ത് പുള്ളി കൊച്ചിൻ്റെ വിട്ട് കിടന്ന് കരഞ്ഞോണ്ടിരുന്ന ആടാ. 15 വന്നപ്പോഴത്തേക്ക് മാറിയല്ലേ. അതാണ്ടാ ക്ലീറ്റസ്.